കുടുംബത്തിൽ അനാസ കൊണ്ടും ഉഴപ്പുകൊണ്ടും ഒരു കുടുംബനാഥൻ വീട്ടിലെ ചെലവ് കാശ് കൊടുക്കാതിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനും അവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാനും പണമില്ലാതെ വരുമ്പോൾ ഒരു വീട്ടമ്മയ്ക്കുണ്ടാകുന്നൊരു നിസ്സഹായാവസ്ഥയുണ്ട്. അതായിരുന്നു മന്ത്രി ആദ്യം വിശദീകരണം നൽകിയപ്പോൾ പ്രതിഫലിച്ച് കണ്ടത്. രണ്ടാമത്, സ്വന്തം വീട്ടിലെ കുഴപ്പം അടുത്ത വീട്ടുകാരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടമ്മ പാവം കുറേ ന്യായങ്ങൾ നിരത്തും. ആ ന്യായങ്ങൾ നിരത്തിലാണ് രണ്ടാമത്തെ മറുപടിയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കണ്ടത്. സർ, ഇവിടെ യാഥാർത്ഥ്യങ്ങളല്ലേ പറഞ്ഞത്? യാഥാർത്ഥ്യങ്ങൾ കണക്കെന്ന് വെച്ചാൽ കണക്കാണ് യാഥാർത്ഥ്യം. പ്രാദേശിക വികസനം വഴിമുട്ടി, അധികാര വികേന്ദ്രീകരണം എന്നുള്ള സങ്കല്പം കേരളത്തിൽ തകർന്നു. സർ, ജനപ്രതിനിധികൾ പൊതുജന മധ്യത്തിൽ കുറ്റക്കാരായി. സർ, എല്ലാം ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാൻമാരും ഒക്കെ നമ്മളോടൊന്ന് പറയും. പക്ഷേ എന്നോട് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് LDFിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാൻമാരുമാണ്. അവർ നിങ്ങളെയൊക്കെ കാണാൻ വരുമ്പോൾ ഞങ്ങളെ കൂടി കയറി കണ്ടിട്ട് നിങ്ങളെങ്കിലും ഒന്ന് ഇത് പറയും. നിങ്ങളെങ്കിലും ഇന്നലെ കൂടി, ഞാൻ അതിനെ നുണ പറയുന്നത് സഭയിൽ, ഇന്നലെ കൂടി അവർ പലരും കണ്ടു പറഞ്ഞു. ചിലർ ഫോൺ ചെയ്ത് പറയും. നമുക്ക് പരിചയക്കാരും പരിചയമില്ലാത്തവരും പറയുകയാണ്. ഈ പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയൊക്കെ സ്ഥിതി എത്ര ദയനീയമാണ് എന്ന് നമ്മൾ അറിയണം. സർ, ഇവിടെ മന്ത്രി ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. മന്ത്രിയുടെ ഈ ജൂൺ മാസം 6-ാം തീയതി നടന്നൊരു മീറ്റിംഗ് ഉണ്ട്, മന്ത്രിയുടെ മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ പറയുന്നത് എന്താ? വികസന ഫണ്ട് ഇനത്തിൽ 30,360 ബില്ലുകൾ പെൻഡിങ് ആണെന്ന, അതായത് 656 കോടി. മെയിൻ്റനൻസ് ഗ്രാന്റ് കൂടി ചേർത്താൽ 40,855 ബില്ലുകൾ ട്രഷറിയിൽ പെൻഡിങ് ആണ്. എത്രയാണ്? 1,135 കോടി രൂപ പെൻഡിങ് ആണ്. ഇതിൽ പട്ടികജാതിക്കാർക്കുള്ള SCP പദ്ധതിയും പട്ടികവർഗക്കാർക്കുള്ള TSP പദ്ധതിയും ഇതിനകത്തുണ്ട്. ഇവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? കഴിഞ്ഞ 2-3 വർഷമായിട്ട് നടക്കുന്ന കാര്യം എന്താണ്? ഇപ്പോൾ 2021-22 വാർഷിക പദ്ധതി മുതൽ നൽകുവാനുള്ള ക്യാരി ഓവർ തുകകൾ 2022-23 വർഷത്തെ 3-ാം ഗഡുവും 20 വർഷത്തെ 3-ാം ഗഡുവും പിറ്റത്തെ വർഷത്തെ 3-ാം ഗഡുവും മെയിൻ്റനൻസ് ഗ്രാൻറ്റിൻ്റെ 3-ാം ഗഡുവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരിച്ചു കൊടുത്താൽ മാത്രമേ ഇത് നോർമലാവുള്ളൂ. ഇത് നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്തത്. ഇപ്പോൾ 2023 മാർച്ചിൽ നൽകേണ്ട ബില്ലുകൾ നിങ്ങൾ കൊടുത്തത് പിറ്റേ വർഷത്തെ, കഴിഞ്ഞ വർഷത്തെ പദ്ധതി തുകയിൽ നിന്നാണ്. ഇപ്പോൾ കണക്കെന്താണ്? 80% ചെലവാക്കണം, ബാക്കി 20% ക്യാരി ഓവർ ചെയ്യാൻ അനുവദിക്കും. 80%-ത്തിൽ താഴെയാണ് ചെലവാക്കുന്നതെങ്കിൽ ആ പണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പോകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇത് എങ്ങനെ ചെലവാക്കാൻ പറ്റണത്? ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ആ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആദ്യത്തെ ഗഡു കൊടുത്തു. രണ്ടാമത്തെ ഗഡു ഓഗസ്റ്റിൽ കൊടുത്തത് നവംബറിലാണ്. നവംബറിൽ ഇത് കൊടുത്ത ഉടനെ ട്രഷറി ബാൻ വരികയാണ്. ഈ ബില്ല് പാസ്സാകാൻ പറ്റില്ല ട്രഷറിയിൽ നിന്ന്. അപ്പോൾ ഈ പൈസ കൊടുത്തത് വെറുതെ ഇല്ലേ? രണ്ടാമത്തെ ഗഡു നമ്മൾ ലഭ്യശ്രീ എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. നമുക്ക് സംഭവം നമ്മുടെ കയ്യിലുണ്ട്, അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. ചിലരുടെ ജാതകത്തിൽ എഴുതി കാണും, എഴുതി ആദ്യത്തെ 2-3 പേജ് വായിക്കുമ്പോൾ സന്തോഷവും രാജയോഗം ഉണ്ടെന്ന്. ഒരു 4 പേജ് കൂടി വായിച്ചു കഴിയുമ്പോൾ പറയും അത് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. അതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ രണ്ടാമത്തെ ഗഡുവിൻ്റെ സ്ഥിതി. പണം കൊടുത്തിട്ട് പിറ്റേ ആഴ്ച ട്രഷറി ബാൻ. ആദ്യം 5 ലക്ഷം മാറ്റാൻ പറ്റില്ല, 5 ലക്ഷത്തിന് മീതെ മാറ്റാൻ പറ്റില്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ 1 ലക്ഷത്തിന് മീതെയുള്ള ബില്ല് മാറാൻ പറ്റില്ല. സാറേ, പഞ്ചായത്തിൽ പുല്ല് വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കാശ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. രണ്ടാമത്തെ പുല്ല് വെട്ടിയ ഏറ്റവും ചെറിയ പണിയാണ്. പുല്ല് വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കാശ് കൊടുക്കാൻ പറ്റില്ല. ഇനി 3-ാമത്തെ ഗഡു എന്ന് പറയുക ഗംഭീരൻ. മാർച്ച് 23-ാം തീയതി 3-ാമത്തെ ഗഡു കൊടുക്കുകയാണ്. അപ്പോഴേക്കും മാർച്ച് 22-ാം തീയതി അതിൻ്റെ തലേ ദിവസം എല്ലാ ട്രഷറിയും പൂട്ടി. ട്രഷറി പൂട്ടിയതിൻ്റെ പിറ്റേ ദിവസം, സാധാരണ പണ്ടൊക്കെ മാർച്ച് 31-ാം തീയതി അർദ്ധരാത്രിയും പിറ്റേ ദിവസം വെളുപ്പാങ്കാലം വരെ ട്രഷറി വർക്ക് ചെയ്യും. ഈ സർക്കാരിൻ്റെ ഗുണം കൊണ്ട് ഒരാഴ്ച 8 ദിവസം മുമ്പ് മാർച്ച് 22-ാം തീയതി
കേരളത്തിലെ ഒട്ടുമിക്ക ട്രഷറിയും പൂട്ടി. എന്നിട്ട് ഇവര് 23-ാം തീയതി മൂന്നാമത്തെ ഗഡു കൊടുക്കുക. അപ്പൊ നമ്മൾ നോക്കിയിരിക്കുകയാണ് ആ പേപ്പർ. പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനും കൂടി ഈ പേപ്പർ പൈസ കിട്ടി, പക്ഷെ ട്രഷറി പൂട്ടി. എന്താ നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ ആരെയാണ് ഇങ്ങനെ പരിഹസിച്ചത്? നിങ്ങൾ ആരെയാണ് ഇത് പരിഹസിച്ചത്? എന്നിട്ട് പറയാണ് 80% ചെലവാക്കണം. എവിടെ 80% ചെലവാക്കാൻ പറ്റും? ആദ്യത്തെ ഗഡു അങ്ങനെ പോയി, കുഴപ്പമില്ല. രണ്ടാമത്തെ ഗഡു വന്നപ്പോൾ മറ്റേ പ്രശ്നം, ലഭ്യശ്രീ. മൂന്നാമത്തെ ഗഡു ട്രഷറി പൂട്ടി. എന്നിട്ട് 80% ചെലവാക്കിയില്ലെങ്കിൽ പറ്റത്തില്ല, നഷ്ടപ്പെടും. അപ്പൊ നഷ്ടപ്പെട്ടല്ലോ. 20% ക്യാരി ഓവർ 2021-22 തൊട്ട് ക്യാരി ഓവർ കൊടുത്തിട്ടുണ്ടോ? ക്യാരി ഓവർ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ക്യാരി ഓവർ ചെയ്ത് പറയാൻ പോണെന്താ, ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് എടുക്കണം. അപ്പൊ ഈ വർഷത്തെ പദ്ധതിയുടെ കാര്യത്തിൽ തീരുമാനമായല്ല. ഈ വർഷത്തെ പദ്ധതി വാർഷിക പദ്ധതി ഉണ്ടാക്കുക, അതിന് തയ്യാറെടുപ്പ് നടത്തുക, ഇതെല്ലാം ചെയ്ത് ആ പ്ലാൻ ഡോക്യുമെന്റുമ്പോൾ നോക്കിയിരിക്കേണ്ട ഗതികേടിലാണ് പഞ്ചായത്തുകൾ. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആ ഗതികേടിലാണ്. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ വലിയ കണക്കൊക്കെ പറഞ്ഞു. ഈ പല മന്ത്രിമാർ കണക്ക് പറയുമ്പോൾ 2011-16 അവർ കണക്ക് പറയും, എന്നിട്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു കണക്ക് പറയും. അപ്പോൾ ഇനി മുതൽ അങ്ങനെ പറയുമ്പോൾ 2006 മുതൽ 2011 വരെയുള്ള അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കണക്കൂടി പറയണം. ഏതോ EMSന്റെ കാലത്തെ കണക്കൂടി കൊണ്ടുപോവാ. ഇപ്പൊ പെൻഷൻ കൊടുത്തപ്പോൾ പറഞ്ഞു അന്ന് 100 രൂപ പോലും ഉണ്ടായില്ല പെൻഷൻ. ഇത് ഓരോ കാലത്ത് നമ്മുടെ ഇക്കോണമി ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ച്, പണത്തിന്റെ കറൻസിയുടെ മൂല്യം വർദ്ധിക്കുന്ന അനുസരിച്ച് തുകയിൽ വ്യത്യാസം വരും. അപ്പൊ ഇതൊരു തന്ത്രമാണ്, ഇതൊരു കൗശലമാണ്. ഏത് പണം അന്നത്തെ തുക പറയുക, ഇന്നത്തെ തുക പറയുക. അപ്പൊ ബാക്കിൽ പാവങ്ങൾ അറിയാതെ ഇത് കൈയടിക്കും. കാരണം നമ്മുടെ ഗവൺമെന്റ് വന്നപ്പോൾ തുക കൂടിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് നിങ്ങൾ കൈയടിക്കുന്നത്. നല്ല ചുട്ട മറുപടിയായി പ്രതിപക്ഷത്തിന് എന്ന് പറഞ്ഞാൽ കൈയടിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് 2006-11 ഒരു കണക്കൂടി വെച്ചാലോ, അപ്പൊ തലേ കൈവയ്ക്കും. അത് ഓരോ കാലത്തും ഓരോ ഗവൺമെന്റിന്റെ കാലത്ത്, അല്ലെ ഞാൻ പറയാം EMSന്റെ കാലത്തുള്ള കണക്കൂടി കൊണ്ടുപോവാ. അപ്പോൾ ഭയങ്കര വ്യത്യാസമായിരിക്കും ഇപ്പോഴത്തെ തുക. അത് വെച്ചൊന്ന് കമ്പയർ ചെയ്യും. നിങ്ങൾ അങ്ങനെയാണ് ഫിനാൻസ് കമ്മീഷൻ, നിങ്ങളുടെ ഒരു 56,700 കോടി രൂപയുടെ കണക്കുണ്ടല്ലോ, ഇവർ 10ാം ധനകാര്യ കമ്മീഷനും 15ാം ധനകാര്യ കമ്മീഷനും തമ്മിൽ കമ്പയർ ചെയ്തു. 10ാം ധനകാര്യ കമ്മീഷൻ 95-ലാണ്. 95-ലെ ധനകാര്യ കമ്മീഷന്റെ അവാർഡും വാദിച്ച് ഫിനാൻസ് കമ്മീഷൻ കേരളത്തോട് ഒരു അന്യായവും കാണിച്ചിട്ടില്ല എന്ന നിലയിലേക്കാണ് വാദിച്ചു വരുന്നത്. അനുപാതം 3.96% ഉണ്ടായിരുന്നത് 1.925% വെട്ടിക്കുറച്ചല്ലോ. ഡിവിസിബിൾ പൂൾ എന്നുള്ള ടാക്സ് ഡെവല്യൂഷന്റെ അനുപാതം വെട്ടിക്കുറച്ചു. അതുപോലെ അങ്ങിപ്പോ അംഗീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അങ്ങ് ശ്രദ്ധിക്കണം, ഞാൻ ഒറ്റ സെന്റൻസേ പറഞ്ഞുള്ളൂ, ഞാൻ അതിലേക്ക് വരുന്നേ ഉള്ളൂ. ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് ആദ്യം പറയാം, ഇവരെ ബുദ്ധിയാണ്, കൗശലമാണ്, നമ്മളെ കളിപ്പിക്കുകയാണ്. 10ാം ധനകാര്യ കമ്മീഷൻ 15ാം ധനകാര്യ കമ്മീഷനെയും കമ്പയർ ചെയ്തിട്ട് കോടാനുകോടി രൂപയുടെ വ്യത്യാസം ഉണ്ടെന്ന് പറയും. അങ്ങനെ വ്യത്യാസം നിങ്ങൾ 14ഉം 15ഉം കൂടി കമ്പയർ ചെയ്യും. 14ാം ധനകാര്യ കമ്മീഷൻ 2.5 തന്നു, ഇപ്പോൾ 1.90 തന്നുള്ളൂ. ഡിവിസി പൂളിൽ നിന്ന് അത്രയും കുറവ് വന്നു. ഞങ്ങൾ സ്ട്രോങ് ആണ് ആ കാര്യത്തിൽ. അതിന്റെ മാനദണ്ഡങ്ങൾ പുതുക്കി ഫിനാൻസ് കമ്മീഷൻ നിശ്ചയിക്കണം എന്ന കാര്യത്തിൽ ദേശീയ തലത്തിൽ ഞങ്ങൾ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. എന്താണ്? GST കോമ്പൻസേഷന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കാണിച്ച അവഗണന. GST കോമ്പൻസേഷൻ എന്താ? പാർലമെന്റ് ഒരു നിയമം പാസാക്കി GST നടപ്പാക്കുകയാണ്. GST നടപ്പാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് നഷ്ടം, നികുതി വരുമാനത്തിൽ, നികുതി വളർച്ചയിൽ, നിരക്കിൽ വ്യത്യാസം വന്നാൽ അതിൻ്റെ നഷ്ടപരിഹാരം കേന്ദ്രം തരും. 5 കൊല്ലത്തേക്ക് തരും. 14% റവന്യൂ ന്യൂട്രൽ റേറ്റ്. 14 കുറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് GST കോമ്പൻസേഷൻ തരും. 5 കൊല്ലവും നിങ്ങൾ GST കോമ്പൻസേഷൻ വാങ്ങിച്ചു. എന്നിട്ട് ഇപ്പൊ പറയണ എന്താ തരുമോ? 6ാമത്തെ കൊല്ലം കൂടി GST കോമ്പൻസേഷൻ കിട്ടുമായിരുന്നുവെങ്കിൽ ഒരു 12,000 കോടി കിട്ടിയെന്ന്. ഇത് എവിടത്തെ കണക്കാണ്? അത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ വാറ്റും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളുടെ ഗവൺമെന്റ് ഉള്ളപ്പോൾ വാറ്റിന്റെ കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട്. GST കോമ്പൻസേഷൻ 5 കൊല്ലത്തേക്ക് മേടിച്ച് മുഴുവൻ പൈസ നിങ്ങൾ വാങ്ങിച്ചു. 1 രൂപ പോലും കിട്ടാനില്ല.
ഒറ്റ പൈസ കിട്ടാനില്ല. എന്നിട്ട് പുതിയൊരു കണക്കാണ്, ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിന് 6ാമത്തെ കൊല്ലം GST കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാൻ പറ്റുമോ കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ച? അത് ആക്ടിലെ വ്യവസ്ഥയാണ്. 5 കൊല്ലത്തേക്കും 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നുവെങ്കിൽ 12,000 കോടി കിട്ടുമായിരുന്നു. എന്ത് കണക്കാ? പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, ഇതൊക്കെ നിങ്ങളുടെ 1ാം പിണറായി സർക്കാർ അനുഭവിച്ച ആനുകൂല്യങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ സ്റ്റേറ്റ് കേരളമാണ്. എത്രയാണെന്നറിയാമോ? എത്രയാണ് തുക? 53,137 കോടി. അത് അവർ 5 വർഷത്തേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ആദ്യം 15,323 കോടി, 2ാമത്തെ വർഷം 19,891 കോടി, 3ാമത്തെ വർഷം 13,174 കോടി, 4ാമത്തെ വർഷം 4,741 കോടി. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു പല ഇതായിട്ട്. അപ്പൊ ഇവര് പറഞ്ഞത് എന്താ അറിയോ? 22, 23 ഈ 53 ഇത്രയും വർഷത്തേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താണ്. അപ്പൊ ഇവര് പറഞ്ഞു 22, 23 13,174 കിട്ടി. പിറ്റത്തെ വർഷം 4,749 കിട്ടിയുള്ളു. അപ്പൊ 9,000 കോടി കുറവാണ്. സാറ് മനസ്സിലായില്ലേ? ഉള്ള ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താണ്. അപ്പൊ ആദ്യത്തെ 3 വർഷം വലിയ തുക, പിന്നെ 53,000 എത്താൻ 4,000 കോടിയുള്ളൂ. അപ്പൊ പറയാണ് 9,000. നിങ്ങൾ ആളുകളെ കളിപ്പിക്കുന്ന പോലെ, ആളുകളെ പരിഹസിക്കുന്നത് പോലെ ഈ കണക്ക് വെച്ചുള്ള കള്ളത്തരമാണ്. നിങ്ങൾ 56,700 കോടി, അല്ലാതെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കാലത്തെടുത്തിട്ടില്ല. ഈ പച്ചക്കള്ളം നിങ്ങൾ പറയുമ്പോ അത് ഏറ്റുപിടിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി, ഞങ്ങളെ കിട്ടില്ല. പച്ചക്കള്ളം, പച്ചക്കള്ളം. ഇതാണ് ഇവരുടെ ഈ കേന്ദ്രത്തിന്റെ കാര്യം. Let me complete my point. Okay. He is not ready to yield. Minister, he is not ready to yield. Let me complete my. ഞാൻ കേരളത്തിലെ ലോക്കൽ ബോഡിയെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ സാർ 2019-20 പ്ലാൻ ഫണ്ട് എത്രയായിരുന്നു അറിയാം? ലോക്കൽ ബോഡിക്ക് 7,209 കോടി. സാർ 23-24 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉണ്ടായ വ്യത്യാസം 7,460 കോടി. 5 കൊല്ലം കൊണ്ട് ഈ ലോക്കൽ ബോഡിക്ക് കൊടുത്തിരിക്കുന്ന പ്ലാൻ ഫണ്ടിന്റെ വ്യത്യാസം 250 കോടി. എല്ലാ സംസ്ഥാനങ്ങളിലും പ്ലാൻ തന്നെ 10%-നും 20%-നും ഇടയിൽ എല്ലാ വർഷത്തിലും വർധനയുണ്ടാവും. മിക്ക സംസ്ഥാനങ്ങളും നോക്കിക്കോ, 5 കൊല്ലം കൊണ്ട് 100% വർധനവ് പ്ലാൻ ഔട്ട്ലേയിൽ ഉണ്ടാവും. കേരളത്തിലെ സ്ഥിതി എന്താ? ധനകാര്യമന്ത്രി ഇവിടെ ഇല്ല. കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ പ്ലാൻ ഔട്ട്ലേ കൂടൂല, കുറയും. ടോട്ടൽ പ്ലാൻ ഔട്ട്ലേ ഓരോ വർഷം കഴിയുമ്പോഴും കുറയാണ്. എന്തൊരു മായാജാലമാണ്. അപ്പൊ ഇക്കോണമി വലുതാകുന്നുണ്ടോ? ഇക്കോണമി തകരുകയാണ്, ഇക്കോണമി താഴോട്ട് പോവുകയാണ്. കാരണം എന്താ? നിങ്ങൾ ലെഫ്റ്റ് അല്ല, ഇടതുപക്ഷക്കാരല്ല, നിങ്ങൾ റൈറ്റ് എക്സ്ട്രീമാണ്, നിങ്ങൾ തീവ്ര വലതുപക്ഷ വ്യതിയാനമാണ്. കാരണം എന്താ സർ? കേന്ദ്ര ഗവൺമെന്റിന്റെ, മോഡി ഗവൺമെന്റിന്റെ ലൈൻ എന്താ? അവർ പ്ലാൻ വേണ്ട, പ്ലാനിങ് കമ്മീഷനൊക്കെ പിരിച്ചുവിട്ട ആളുടെ സൗകര്യത്തിന് പ്ലാൻ വേണ്ട. സർ, പ്ലാനിന്റെ അഡ്വാൻറ്റേജ് എന്താ സർ? പ്ലാനിൽ പ്രയോറിറ്റി ഉണ്ട്. നിങ്ങളുടെ സർക്കാരിന് ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന ആരോപണം, ഞാൻ വീണ്ടും പറയും, നിങ്ങൾക്ക് പ്രയോറിറ്റി ഇല്ല. പ്ലാൻ വരുമ്പോൾ പ്രയോറിറ്റി പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, അവർക്ക് 10%, പട്ടികവർഗക്കാർക്ക് 2%, പിന്നോക്ക ജനവിഭാഗങ്ങൾ, പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ, പിന്നോക്കം നിൽക്കുന്ന ഏരിയ, മത്സ്യത്തൊഴിലാളി മേഖല, ആ ഒരു നമുക്കൊരു എപ്പോഴും ഒരു പ്രയോറിറ്റി ഉണ്ട്. ഇവർ പ്ലാനിൽ നിന്ന് നേരെ കിഫ്ബിയിലേക്ക് ചാടി. കിഫ്ബിയിൽ SC/ST ഉണ്ടോ? കിഫ്ബിയിൽ പിന്നോക്ക ജനവിഭാഗം ഉണ്ടോ? കിഫ്ബിയിൽ എന്താണ് പ്രയോറിറ്റി? അപ്പൊ പ്ലാനിൽ നിന്നുള്ള പ്രോജക്റ്റിലേക്കുള്ള പോക്കാണ്. അതാണ് നിങ്ങൾ പ്ലാനിനെ കേരളത്തിൽ തകർത്ത് തരിപ്പണമാക്കി. സാറേ, ഈ തുക ഈ വകയിരുത്തുന്നതിൽ അനീതിയുണ്ട്. പക്ഷെ ആ കുറച്ചു തുക വകയിരുത്തുന്നത്, അത് സമയം നൽകാതിരിക്കുന്നത് കൊടിയ അനീതിയാണ്. ചെറിയ അനീതിയല്ല, കൊടിയ അനീതിയാണ്. ചെലവഴിച്ച തുകയും എൻ്റെ കണക്കുണ്ട് സാർ. 2017-18 ചെലവാക്കിയത് 5,292 കോടിയാണ്. സാർ, അദ്ദേഹം 30 മിനിറ്റ് പറഞ്ഞ് എനിക്ക് മറുപടി പറയുന്നത്. ഇതൊക്കെ റെക്കോർഡിൽ ഈ ഹൗസിൽ കിടക്കണം, വെറുതെ പറയാൻ പാടില്ലല്ലോ. 2023-24 ആയപ്പോ 5,292 കോടി ചെലവത്തിന് 43 കോടി കൂടി കൂടുതൽ. 5 കൊല്ലം കൊണ്ട് 10,000 കോടി രൂപ ആകേണ്ടതാണ്. 5,000 കോടി രൂപയിൽ നിന്ന് ഈ പ്ലാൻ എക്സ്പെൻഡിച്ചർ
10,000 കോടി ആകേണ്ട സ്ഥലത്ത് 5,000 കോടി വർദ്ധിക്കേണ്ട സ്ഥലത്ത് വർദ്ധിച്ചത് 43 കോടി രൂപ. 43 കോടി രൂപ. സർ, ക്യാരി ഓവർ കിട്ടാത്തതുകൊണ്ട് വാർഷിക പദ്ധതിയിൽ ഏറ്റെടുത്ത എല്ലാ ഭൂരിഭാഗം പദ്ധതികളും നടപ്പാക്കാൻ കഴിയുന്നില്ല. സർ, ഇവിടെ ജനറൽ പർപ്പസ് ഗ്രാന്റ് കൃത്യമായി കൊടുക്കുന്നില്ല, മെയിൻ്റനൻസ് ഗ്രാന്റ് കൃത്യമായി കൊടുക്കുന്നില്ല, പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും SCP പരിപാടിയും TSPയും കൃത്യമായി നടപ്പാക്കാൻ പറ്റുന്നില്ല. ക്യാരി ഓവർ പദ്ധതി പൊളിച്ചു. അങ്ങനെ സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങളൊക്കെ പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സഭയിലുള്ളതല്ലേ, ആ കാലത്തൊക്കെ ഉണ്ടായിരുന്ന സ്ഥിതിയാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു വർക്ക് ലോക്കൽ ബോഡിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇനി ഇപ്പൊ ചെയ്ത കാര്യം പറയാം. ഇന്നത്തെ പ്ലാൻ സ്പേസ് ഉണ്ട്. ടോട്ടൽ ഔട്ട്ലേ എത്രയാണ്? പ്ലാൻ ഔട്ട്ലേ 8,532 കോടി. എഴുതി വെച്ചേക്കണ തുകയുണ്ട്, എഴുതി വെച്ചേക്കണ. ഇന്നത്തെ പ്രോഗ്രസ് എത്രയാണ്? എക്സ്പെൻഡിച്ചർ പ്രോഗ്രസ് എത്രയാണ്? 0. ഏപ്രിൽ, മെയ്, ജൂൺ അല്ലേ, ആദ്യത്തെ ക്വാർട്ടർ തീരാൻ പോവാണ്. ഫസ്റ്റ് ക്വാർട്ടർ തീരാൻ പോവാ. ജൂൺ 30 ആയാൽ ആദ്യത്തെ ക്വാർട്ടർ തീരും. ആദ്യത്തെ ക്വാർട്ടറിലുള്ള പ്ലാൻ എക്സ്പെൻഡിച്ചർ വട്ടപൂജ്യം. ഇത്ര പരമ ദയനീയമായ സ്ഥിതിയാണ് സാർ. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ കൃത്യമായി T. സിദ്ദിഖ് ഇവിടെ പറഞ്ഞത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന നിങ്ങളുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് യഥാർത്ഥത്തിൽ കിട്ടാനുള്ളതിന് നമുക്ക് ഒരുമിച്ചൊക്കെ നിൽക്കാം. കള്ളക്കണക്ക് പറഞ്ഞു കൊണ്ടുവന്നിട്ട് അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കാൻ ഞങ്ങളില്ല സാർ. പ്രാദേശിക വികസനം വഴിമുട്ടിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും